Welcome to BioGlow. If you like this channel, please share and subscribe. Today we are going to discuss about staining techniques in microbiology. Myself Mohammad Jasil, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Adavanad. Staining. What is known as staining? The microorganisms are transparent or semi-transparent with very little contrast between their cells and their surrounding medium. This makes it difficult to see them in unstained state. ഇപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ സെമി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവരെ അൺസ്റ്റെയിൻഡ് സ്റ്റേറ്റിൽ നമുക്ക് കാണുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ വെൻ ദേ ആർ സ്റ്റെയിൻ ദേ ബിക്കം ഒപ്പാക് ആൻഡ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദം ആൻഡ് ദ സറൗണ്ടിങ് മീഡിയം ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ നമ്മൾ അവരെ സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ ഒപ്പാക് ആയിട്ട് മാറും. എന്ന് മാത്രമല്ല the contrast between them and the surrounding medium is increased, so the surrounding mediums remain transparent, so we can easily or clearly visible the microorganism. Staining means the organisms to be stained by using different types of dyes. ഇപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്പാരൻ്റ് ആയ കാരണം നമുക്ക് സറൗണ്ടിങ് മീഡിയ ഒക്കെ കാണാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ലിറ്റിൽ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദെയർ സെൽസ് ആൻഡ് ദെയർ സറൗണ്ടിങ് മീഡിയ. അപ്പോൾ അൺസ്റ്റെയിൻ സ്റ്റേറ്റിൽ മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റെയിനിങ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്റ്റെയിനിങ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ദേ ബിക്കം ഒപ്പാക് ആൻഡ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദം ആൻഡ് ദ സറൗണ്ടിങ് മീഡിയം ഈസ് ഇൻക്രീസ്, സോ ദേ ബിക്കം ക്ലിയർലി വിസിബിൾ. Then fixed stain preparations are most frequently used for the observation of the morphological characteristics of bacteria. അപ്പോൾ ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ആയിട്ടുള്ള സ്മിയേഴ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റെയിനിങ് മെത്തേഡ്സ്? ദ സെൽസ് ആർ മെയ്ഡ് മോർ ക്ലിയർലി വിസിബിൾ ആഫ്റ്റർ ദേ ആർ കളേർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സെൽസിന് നമുക്ക് ക്ലിയർലി വിസിബിൾ ചെയ്യാൻ പറ്റുന്നു. The differences between cells of different species and within the same species can be demonstrated by use of appropriate staining solutions. ഇപ്പോൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനോ അതുപോലെ തന്നെ സെലക്റ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻസസ് ബിറ്റ്വീൻ സെൽസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്, ഡിഫറെൻറ്റ് സ്പീഷീസുകളുടെ സെൽസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ സെയിം സ്പീഷീസിൽ പെട്ടുള്ള ഓർഗാനിസത്തിൻ്റെ സെല്ലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സ്റ്റെയിനിങ് കൊണ്ട് സാധിക്കുന്നു. Then the essential steps in the preparation of a fixed stain smear. ഏതൊക്കെ സ്റ്റെപ്സാണ് നമ്മളൊരു സ്മിയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എസെൻഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ദ ഫിലിം ഓർ സ്മിയർ. നമുക്ക് തന്നിട്ടുള്ള ഗ്ലാസ് സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ഹീറ്റ് ഫിക്സിങ് ദ സ്മിയർ. ദെൻ തേർഡ് വൺ ഈസ് നോൺ ആസ് അപ്ലിക്കേഷൻ ഓഫ് വൺ ഓർ മോർ സ്റ്റെയിനിങ് സൊല്യൂഷൻസ്. ഇപ്പോൾ നമ്മൾ സ്മിയർ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മിയറിനെ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, application of one or more staining solutions. Then what are the different types of microbiological stains used in our laboratory? A large number of colored organic compounds or dyes are available for staining microorganisms. These compounds are generally more complex in terms of their molecular structure. നമ്മുടെ ലാബിൽ ഒരുപാട് ഡൈസ് കളേർഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്റ്റെയിനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ ഓൺ ദീസ് ബേസിസ് ദ സ്റ്റെയിൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രൈഫിനൈൽ മീഥേൻ ഡൈ, സെക്കൻഡ് വൺ ഓക്സാസിൻ ഡൈ, തേർഡ് വൺ തയാസിൻ ഡൈ. അപ്പോൾ അവരുടെ കെമിക്കൽ നേച്ചർ അനുസരിച്ച്, ഓർഗാനിക് കോമ്പൗണ്ട് നേച്ചർ അനുസരിച്ചിട്ട് ഡൈസിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം: ട്രൈഫിനൈൽ മീഥേൻ ഡൈ, ഓക്സാസിൻ ഡൈ ആൻഡ് തയാസിൻ ഡൈ. Then a more practical classification of the cytologist is one based on the chemical behavior of the dye. And a cytologist one who studied in the field of cell, that is known as cytologist. So the more practical classification of dye is that acidic dye, basic dye and neutral. These are the basic classification of the dye. Acidic dye and basic dye and neutral dye and what is known as acidic dye. An acid or anionic dye is one in which the charge on the dye ion is negative. Example, Concord and nigrosin is the example of acidic dye. The charge of the dye is ion is to be negative, that is known as acidic dye. Then second one is basic or cationic dye, is one in which the charge carried by the dye ion is positive. The positively charged ion containing dye is known as cationic dye. The example is saffron or methylene blue.
Then third one is known as a neutral dye. A neutral dye is a complex salt of a dye acid with a dye base. That is known as acid base കൂടിയിട്ടുള്ള ഡൈ ആണ് ന്യൂട്രൽ ഡൈ. എക്സാമ്പിൾ യോസൻ മെഥിലിൻ ബ്ലൂ ആൻഡ് ജീസ്മാസ്റ്റൈൻ എക്സെട്ര. Acidic dyes are generally stain basic cell components. Acidic dye നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിക് സെൽ കമ്പോണൻസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബേസിക് സെൽ കമ്പോണൻസിനോട് ആസിഡ് ഡൈസിന് എല്ലായ്പ്പോഴും ഒരു അഫിനിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് ബേസിക് ഡൈസ് ആർ ജനറലി സ്റ്റെയിൻ ആസിഡിക് സെൽ കമ്പോണൻസ്. അതായത് ബേസിക് ഡൈസ് എന്തുണ്ടായിരിക്കും, അസിഡിക് ആയിട്ടുള്ള സെൽ കമ്പോണൻസിനോട് ഒരു അഫിനിറ്റി ഉണ്ടായിരിക്കും. Then the first staining method is simple most staining, that is known as simple staining. അടുത്തായിട്ട് നമ്മൾ ഓരോ സ്റ്റെയിനിങ് പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. സോ സിമ്പിൾ സ്റ്റെയിനിങ് മെത്തേഡ്. വാട്ട് ഈസ് ദ എയിം ഓഫ് സിമ്പിൾ സ്റ്റെയിനിങ്? To perform simple staining procedure and to compare morphological shapes and arrangement of bacterial cell. ഒരു ബാക്ടീരിയൻ്റെ മോർഫോളജി അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്, സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സിമ്പിൾ സ്റ്റെയിനിങ്? ഇൻ സിമ്പിൾ സ്റ്റെയിനിങ് ബാക്ടീരിയൽ സ്മിയർ ഈസ് സ്റ്റെയിൻ വിത്ത് എ സിംഗിൾ റിയേജൻറ്റ്. ഒരൊറ്റ റിയേജൻറ്റ് മാത്രമാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ ഉപയോഗിക്കുന്നത്. മെയിൻലി ബേസിക് സ്റ്റെയിൻസ് വിത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ക്രോമോജൻ ആർ പ്രിഫേർഡ്. നമ്മൾ ബേസിക് സ്റ്റെയിൻസ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബേസിക് ഡേയ്സ് ആണ് എല്ലായ്പ്പോഴും സിമ്പിൾ സ്റ്റെയിനിങ്ങിന് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. Examples of basic stains are methylene blue or basic fuchsin. Then because the bacterial nucleic acid and certain cell wall components carrying a negative charge that strongly bind with cationic chromogen. നമ്മൾ ബേസിക് സ്റ്റെയിൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഡൈ നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡിൻ്റെ ചാർജ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ സ്ട്രോങ്ലി ബൈൻഡ് വിത്ത് കാറ്റയോണിക് ഡൈസ്. Then the most commonly used basic stains are methylene blue, crystal violet and carbol fuchsin. Then what are the materials required for doing simple staining procedure? Simple staining ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്? The first most important material is known as bacterial culture. Then stain used are methylene blue or crystal violet. Then microscope, wire loop and routine microbiological facilities. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഓഫ് സിമ്പിൾ സ്റ്റെയിനിങ്? എ സ്മിയർ വാസ് പ്രിപ്പയർഡ് വിത്ത് ദ ഗിവൺ കൾച്ചർ ഓൺ എ ക്ലീൻ ഡ്രൈഡ് ഗ്ലാസ് സ്ലൈഡ് ആൻഡ് എ സ്മിയർ ടു ബി ഹീറ്റ് ഫിക്സ്ഡ്. ഫസ്റ്റ് നമ്മൾ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഗ്ലാസ് സ്ലൈഡിൽ ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. നമുക്ക് തന്ന ബാക്ടീരിയൽ കൾച്ചർ ഉപയോഗിച്ച് നമ്മളൊരു സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഫിക്സ് ചെയ്യുന്നു. ദ സ്ലൈഡ് വാസ് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റെയിനിങ് റാക്ക് ആൻഡ് കവേർഡ് വിത്ത് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലോഫ്ലേഴ്സ് മെത്തിലിൻ ബ്ലൂ സൊല്യൂഷൻ. നമ്മൾ സ്മിയർ ഉണ്ടാക്കി ഹീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ലോഫ്ലേഴ്സ് മെത്തിലിൻ ബ്ലൂ 1 or 2 drops ആഡ് ചെയ്യുന്നു. ആൻഡ് കെപ്റ്റ് ഫോർ 1 minute, allowed to settle for 1 minute. After 1 minute the stain was washed with tap water. 1 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ടാപ്പ് വാട്ടറുമായിട്ട് വാഷ് ചെയ്യുന്നു. ദെൻ എയർ ഡ്രൈഡ് ആൻഡ് എക്സാമിൻ അണ്ടർ ലോ പവർ, ഹൈ പവർ ആൻഡ് ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ്. അങ്ങനെ എയർ ഡ്രൈ ചെയ്തതിന് ശേഷം 10x, 40x, 100x ലെൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെയിനെ നോക്കുന്നു. What is the result of simple staining procedure? The given sample contains rod-shaped bacteria or the round-shaped bacteria cocci. റോഡ്-ഷേപ്ഡ് ബാക്ടീരിയയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ചില സമയത്ത് ബാസിലസിനെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ കോക്കി. അപ്പോൾ കോക്കയാണോ ബാസിലയാണോ എന്ന് മാത്രം, അതിൻ്റെ മോർഫോളജി അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് മാത്രമാണ് നമുക്ക് സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിൾ സ്റ്റെയിനിങ്ങിൻ്റെ റിസൾട്ട്. ബാസിലസ് സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കോക്കയും അതുപോലെ തന്നെ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. ഇത്ര വലുതായിട്ടൊന്നും കാണുന്നത് സൂം ചെയ്ത് അടുപ്പിച്ച് പിടിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ ബാസിലയും കോക്കയും കാണാൻ പറ്റുന്നത്. വളരെ തിന്നായിട്ടുള്ള മൈക്രോസ്കോപ്പിക് സൈസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.